ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. നമ്മുടെ ലാലേട്ടനെയും നമ്മുടെ പൃഥ്വിരാജിനെയും നമ്മുടെ മലയാള സിനിമയെയും ഒരു ആവശ്യമില്ലാതെ കയറി അങ്ങോട്ട് ചൊറിഞ്ഞിട്ട് ആ ഒരു കാര്യം കേട്ടിട്ട് അത് കണ്ടിട്ട് ഒരുമാതിരി എന്താ പറയുക, ഇറിറ്റേറ്റഡ് ആയിട്ട് സംസാരിക്കാൻ ഒന്നുമല്ല, വിത്ത് ഫാക്ട്സ്. അത് എന്താണെന്നുള്ള ഈ വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചെങ്കിലും മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം തെലുങ്ക് സിനിമ ഇൻഡസ്ട്രി പോലും മലയാള സിനിമയുടെ പില്ലർ കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞ് നിങ്ങൾ വിശ്വസിക്കത്തില്ല. കാരണം അതിൻ്റെ പുറകെ കാര്യങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഇതെന്തുകൊണ്ട് സംസാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ L2 നമ്മുടെ ലൂസിഫറിൻ്റെ L2 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ എമ്പുരാൻ്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ എന്താ പറയുക തെലുങ്കിൽ നടന്നിട്ടുള്ള പ്രൊമോഷൻ, ആ പ്രൊമോഷൻ നടന്ന ഒരു പത്രസമ്മേളനം. ഓക്കെ, ആ പ്രസ് കോൺഫറൻസിൻ്റെ അകത്ത് നടന്ന ചില ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എന്തിനാണ് തെലുങ്കിൽ നമ്മുടെ ഈ നിങ്ങളുടെ സിനിമയ്ക്കൊക്കെ എന്തിനാണ് ഈ ഒരു ഇതിനകത്ത് ഇത്ര വലിയ ഹൈപ്പ് കൊടുക്കുന്നത്, ആ ഹൈപ്പ് കൊടുക്കുന്ന കാര്യം പിന്നാലെ വരാം. എന്താണ് ആ ചോദ്യം എന്നാണോ നമുക്ക് ആദ്యం കാണാം. లూసిఫర్ గురించి మనకు హైదరాబాద్ కు వచ్చిన గెస్ట్ల ముందట అనవసరమైన నేను క్వశ్చన్ చేంజ్ చేసేసాను. అయితే ఇప్పుడు తెలుగులో పెద్ద బ్యానర్స్ నుంచి మ్యాడ్ కావచ్చు, రాబిన్ హుడ్ కూడా వస్తుంది. సో మలయాళ సినిమాకి థియేటర్లు ఎక్కువిచ్చే అవకాశాలు, హౌస్ఫుల్ కూడా నడుస్తున్నాయి. సో అవకాశం ఉంది. ఒక తెలుగు పర్సన్ గా మీరు మలయాళ సినిమాకి ఎక్కువ స్కోప్ ఇచ్చే అవకాశం നുള്ളി പിച്ചി എന്നൊക്കെ പറയുന്നത് തെലുങ്ക് സിനിമയ്ക്ക് മലയാളത്തിൽ എന്തുകൊണ്ട് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നു എന്നുള്ള കാര്യമാണ്. ഓക്കെ, അതിനുള്ള മറുപടി വരും. ఇప్పుడు అలా అడిగితే మలయాళం తెలుగు అని సెపరేట్ చేస్తారు. ఈ రోజు గ్లోబల్ సినిమా కరెక్ట్. അത് അവിടെ തന്നെയുള്ള വ്യക്തി പറയുന്നത് ഇതൊരു ഗ്ലോബൽ സിനിമ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. ഇതിലൊന്നും അല്ല, മറുപടി നമ്മുടെ ടീംസ് കൊടുക്കും. No, in my conversation I told that this ultimate cooking to that some kind of people. Okay, we have the habit of accepting films from all over the state. Please try and watch my film. Madam, please try and watch my film എന്ന് പറയുന്നത് ആരാ? അതെ, ഞാൻ വെറുതെ ഞാനിപ്പോൾ ഒരു ഫാനായി മാറുന്നു എന്നുള്ള സംഭവം ഒന്നുമല്ല. പക്ഷെ ഒരു കാര്യം പറയട്ടെ, അങ്ങേര് ചെയ്തു വച്ചേക്കുന്ന പടത്തിന്റെ 7 അയലത്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു പടമെങ്കിലും നിങ്ങളുടെ ടീം ഒരെണ്ണമെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടോ? എന്നാൽ അങ്ങേര് ചെയ്ത് വെച്ചിട്ട് ഹിറ്റാക്കിയിട്ടുള്ള മിക്കവാറും പടങ്ങൾ എടുത്തുകൊണ്ട് തെലുങ്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. Madam, I distributed Salar in Kerala. നമ്പർ 1 കുക്കിംഗ് ടു നമ്പർ 1 സലാർ ഞാനാണ് കേരളത്തിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. Prithviraj Productions distributed KGF 2 in Kerala. റിയൽ ഇലുമിനാണ്ടി ആരാണെന്ന് മനസ്സിലായല്ലോ. KGF 2 നമ്മളെ അണ്ണനാണ് ഇവിടെ കൊണ്ടുവന്ന് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത്. ആര്? നമ്മുടെ പൃഥ്വിരാജ്. അത് നല്ല ആളെടുത്ത് അഹങ്കാരിയെന്നും താൻ തോന്നി എന്നൊക്കെ വിളി കേട്ടിട്ട് ഈ മലയാളത്തിൽ തന്നെ ആ 2 താരങ്ങളെ വെച്ച് അവരുടെ അടുത്ത് റേഞ്ചിൽ നിൽക്കുന്ന ഒരാളായിട്ട് മാറിയ ഒരാളാണ് പൃഥ്വിരാജ്. ആ പൃഥ്വിരാജൊക്കെ ഇരിക്കുന്ന സമയത്തൊക്കെ ചോദ്യങ്ങളൊന്നും സൂക്ഷിക്കണ്ടേ? ആൾ വെറുതെ വിടുവോ? ലാലേട്ടൻ്റെ മുൻ്റെ മോളെ അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞു പോകും. പക്ഷേ പൃഥ്വിരാജ് അതല്ല, എന്താണെന്ന് ചോദിക്കും. I only went to for the release of Pushpa. ഒരേ ഒരാൾ ഈ പുഷ്പയുടെ റിലീസിന് പോയിട്ടുള്ള ആ ഒരു ഡയറക്ടറായിട്ട് വിളിച്ചതും ക്ഷണിക്കപ്പെട്ടതും പോയിട്ടുള്ളതും നമ്മുടെ സ്വന്തം ലാലേട്ടനാണ്. This is a beautiful fraternity. Let us meet together and let us create beautiful movies. മോഹൻലാൽ സർ, ലാലേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ. ലാലേട്ടൻ ശരി മര്യാദയ്ക്ക് സംസാരിക്കുന്നതാണ്. സിനിമയിൽ നമ്മുടെ നരസിംഹത്തിലേക്കുള്ള സംഭവമാണെങ്കിൽ എന്താ മോനെ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് ഇന്നും കമൻറ്റ് ബോക്സുകളിൽ കാണുന്നുണ്ട്. മലയാള സിനിമ ഇന്നും ആ ചരിഞ്ഞ തോളിൽ തന്നെയാണ്. എന്നാലും നമ്മൾ മമ്മൂക്കയും മറ്റുള്ള നടന്മാരെ ആരെയും നമ്മൾ വിളർച്ച കാണുന്നില്ല. എങ്കിലും ഒരു കാര്യമുണ്ട്, അവർ ചെയ്തു വെച്ചേക്കുന്ന ഒരു കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ നമ്മളത് അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, ഒരു ഫാനിസത്തിൻ്റെ പുറത്ത് നിന്ന് സംസാരിക്കുന്ന ആളല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല. പക്ഷേ ഇത്രത്തോളം വലിയ മഹാനടനെ അവിടെ ഇരുത്തിക്കൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് മലയാള സിനിമയ്ക്ക് ഇന്ന് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നത്? ഗ്ലോബലി ഇന്റർനാഷണൽ ഹോളിവുഡിൽ അടക്കമുള്ള ആൾക്കാർ സംസാരിക്കുന്ന ഒരു സിനിമയാണ് മലയാളത്തിലത്. നമുക്ക് കുറച്ച് ആൾക്കാർ ഇവിടെ ഉള്ളൂ. നമ്മുടെ സിനിമയുടെ ടെക്നിക്കൽ ടീമിൻ്റെ ലെവൽ വേറെ ലെവലാണ്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള സിനിമകൾ ഇന്ന് ലോകം മൊത്തം ആ സിനിമകൾ പോയി. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ടെക്നിക്കൽ സ്കിൽ എത്രമാത്രമാണ്. കോണ്ടന്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇറങ്ങുന്നതിൽ ഏറ്റവും ടോപ്പ് നോച്ച് സിനിമകൾ നമ്മുടെ മലയാളത്തിലാണ്. അത് നമ്മുടെ മലയാളികളുടെ അഭിമാനമാണ്. അവിടെ കയറി ചൊറിയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട്, അർഹതയുണ്ട്. ഞാൻ എല്ലാവരെയും కుట్టപ്പെടുത്തുന്നല്ല, ఈ പറഞ്ഞ టీమ్స్నోడు మాత్రం. నువ్వే అలిగావు కదా, అన్ని పెద్ద ప్రొడక్షన్ హౌసెస్ చేస్తున్నాయని. అన్ని ప్రొడక్షన్ హౌస్ కు తెలుసు వాళ్ళ సినిమాలు ఎలా రిలీజ్ చేసుకోవాలని. నువ్వు దానిలో టెన్షన్ పడొద్దు, అక్కడ చిన్న వాళ్ళు ఎవరు లేరు. നിങ്ങൾ അതിന് കൂടുതൽ ടെൻഷൻ ആവണ്ടെന്നൊക്കെ പുള്ളിക്കാർ അവിടെ നിന്ന് പറയുന്നുണ്ട്. ഇനി കഴിഞ്ഞില്ല, അടുത്ത് പൃഥ്വിരാജിന്റെ നെക്സ്റ്റ് കുക്കിംഗ്. ദിൽരാജ് garu actually. Yeah. Yes, yeah. Actually
Malayalam films are based on content. They are not very much particular. They are not particular about the budget. ഓക്കെ, മലയാള സിനിമ എപ്പോഴും കണ്ടന്റ് ബേസ്ഡ് ആണ്, നോട്ട് അബൌട്ട് ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സിനിമകളല്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. But this film is based on budget. പൃഥ്വിരാജിന്റെ മുഖം കണ്ടോ? ചോദിക്ക് തരാം. No, not at all. This is also based on content. Yeah, the content is expensive. ചോദിച്ച് പോയവൻ അതാണ് എനിക്ക് തോന്നിയത്. കാരണം ആലോചിച്ച് നോക്ക്, സിനിമ നിങ്ങളുടെ മലയാള സിനിമ എന്ന് പറഞ്ഞാൽ കോണ്ടന്റ് ബേസ്ഡ് ആണ്. കാരണം നമ്മുടെ നാട്ടിൽ പൈസയൊന്നുമില്ല, നമുക്ക് വലിയ പൈസ മുടക്കിയുള്ള സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല എന്നുള്ള രീതിയിലുള്ള ചൊറിഞ്ഞ ചോദ്യമാണ്. അപ്പോൾ ചോദിച്ചു, അത് നിങ്ങളുടെ ബഡ്ജറ്റൊക്കെ ഇപ്പോൾ എങ്ങനെയാണ്, നിങ്ങൾ കോണ്ടന്റ് ബേസ്ഡുള്ള സിനിമകളല്ലേ എടുക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള ബഡ്ജറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, നമ്മളൊക്കെ വലിയ ആൾക്കാരല്ലേ, നമ്മൾ റിച്ച് അല്ലേ, ഞങ്ങൾക്ക് ബഹുമാനിക്കണ്ടേ, നിങ്ങളൊക്കെ ഇങ്ങനെ സിനിമ എടുക്കും, നിങ്ങൾ കൊച്ചു നാടല്ലേ, കൊച്ചിട്ട് പോലെ പൈസയല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ വേണ്ടി ചെന്ന് കയറി കൊടുത്തതാണ്. എണ്ണം പറഞ്ഞ മറുപടി കേട്ടായിരുന്നു, അതെ ഇതും കോണ്ടന്റ് ബേസ്ഡ് ആണ്, ബട്ട് ഇതിൻ്റെ കോണ്ടന്റിൻ്റെ ബഡ്ജറ്റ് കൂടുതലാണ്. എന്താടാ ഊളേ, എൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് നോക്കട്ടെ, ചെറിയൊരാഗ്രഹം. എന്തോ കാര്യമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതാണ് ഇത്ര കോൺഫിഡൻസ്. ഞമ്മക്ക് ഒരു പൃഥ്വിരാജ് അല്ലേ ഉള്ളൂ, അവൻ്റെ അച്ഛൻ്റെ പേര് സുകുമാരൻ എന്നാണ്, എല്ലാത്തിൻ്റെ അണ്ണാക്കിൽ കൊടുത്തിട്ടുണ്ട്, വേർഡ്സ് അറ്റ് പീക്ക് പൃഥ്വി. സീരിയസ്ലി ഇതാണ് കഴിഞ്ഞിട്ടില്ല. ഇനി നമുക്ക് ഇത്രയുമൊക്കെ പറഞ്ഞ ടീംസിൻ്റെ സിനിമകളുടെ കാര്യങ്ങളിലേക്ക് ആണല്ലോ ഒരു സംസാരിച്ചിരിക്കണം. മലയാള സിനിമ, മലയാള സംഭവം, അങ്ങനെയൊക്കെ ഇവന്മാരുടെ ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ അകത്ത് അതിൻ്റെ പൂർണ്ണ രൂപത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സാധനം നിങ്ങളെ കാണിച്ചു തരാം. ഈ നമ്മുടെ മലയാളത്തിൽ മമ്മൂക്ക, ലാലേട്ടനെ പോലെ തന്നെയാണ് തമിഴ്നാട്ടിൽ, തമിഴ്നാടല്ല കേട്ടോ, തെലുങ്കിൽ നാഗാർജുന. ഓക്കെ, നാഗാർജുന നമ്മുടെ മലയാളത്തിനെ കുറിച്ച്, ലാലേട്ടനെ കുറിച്ചൊക്കെ പറയുന്നതൊപ്പം നിങ്ങൾ ആ വീഡിയോയുടെ താഴെ ശ്രദ്ധിക്കണേ. നാഗാർജുന മലയാളത്തിലെ ലാലേട്ടൻ്റെ സിനിമകളെ അവിടെ കൊണ്ടുപോയിട്ട് ചെയ്തേക്കുന്ന സംവിധാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം വരെ ഉണ്ടായിട്ടുണ്ട് അതിൽ. അതായത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. I don't like serious films. I walk out of serious films. I cannot. I like to go entertain myself, go laugh, cry. താഴെ നോക്കണേ, താഴത്തെ ആ ഒരു പോർഷൻ കടന്നു പോകുന്ന ആ വീഡിയോ നിങ്ങൾ നോക്കണേ. For me, that's what, even when I watch Hollywood films or Hindi films or other Telugu films, Tamil films, Malayalam films, those are the films I like to do. I had done 2 remakes of Malayalam films. ഒരുപാട് ഹോളിവുഡ് സിനിമ കണ്ടിട്ടുണ്ട്, നമ്മുടെ ഹിന്ദി സിനിമകൾ കണ്ടിട്ടുണ്ട്, തെലുഗു സിനിമ കണ്ടിട്ടുണ്ട്, കന്നഡ സിനിമ കണ്ടിട്ടുണ്ട്, എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ബട്ട് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് ഐ ഹാഡ് ഡൺ ഫ്യൂ റീമേക്സ് ഓഫ് മലയാളം ഫിലിംസ്. മലയാളത്തിലെ കുറച്ച് ഫിലിംസ് ഞാൻ അങ്ങോട്ട് എടുത്ത് ചുരണ്ടിക്കൊണ്ട് പോയിട്ട് റീമേക്ക് ചെയ്തു. അയാൾ ബഹുമാനത്തോടെയാണ് പറയുന്നത് കേട്ടോ. ഈ പറഞ്ഞ കണക്കിലുള്ള ഈ മോശമായിട്ടുള്ള രീതിയിലല്ല, അരഗൻ്റായിട്ടല്ല പറയുന്നത്, വളരെ റെസ്പെക്ട്ഫുള്ളിയാണ് സംസാരിക്കുന്നത്. നമ്മളും ആ റെസ്പെക്റ്റ് തീർച്ചയായിട്ടും അങ്ങോട്ടും തരും പുള്ളിക്ക്. ഓക്കെ, കാണുക ഈ മലയാള സിനിമകൾ എടുത്തുകൊണ്ട് കൊണ്ടുപോയത്. Somewhere along the language, Telugu is closer to Tamil. When they say the punchlines, the jokes. And a story like Chandralekha was a pure comedy. So ചന്ദ്രലേഖ 1998 ഇറങ്ങിയ ചന്ദ്രലേഖയാണ് നൈസായിട്ട് അടിച്ചുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. trying to translate Malayalam to Telugu. The jokes didn't work out like they worked out here, and that's a mistake. മലയാളത്തിലുള്ള കോമഡി അങ്ങോട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് പോലും നടന്നിട്ടില്ല. ബിക്കോസ് എന്താ പറയുക, ഇവിടെ വേറൊരാളാണ്, ഇവിടുത്തെ ഒരു ലെജൻഡാണ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിന് എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ ശരിയാവും. But that's what I mean. I could have taken very serious film from Malayalam, but no, I took only that one. And I took a film called Spatikam. Yes. Then another. സ്ഫടികം എടുത്തോണ്ട് പോയി. ഇതാണ്ട സ്ഫടികത്തിൽ തുണി ഉരിയുന്ന സിനിമ താഴെ നോക്കി ചിരിക്കാം. ആൻഡ് അനദർ ഫിലിം പ്രിയദർശൻസ് നിർണയമൊക്കെ എന്നാ പടമാടി. All are high entertainers. Priyan's Nirnayam. All like high entertainers. A lot of action and this and that. That's what my film is about. I'm a very big fan of Mohanlal. Okay. നേരത്തെ അവിടെ ഇരുന്നൊരു ചേച്ചി ചോദിച്ചായിരുന്നു, എന്തിനാണ് തെലുങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ സിനിമയ്ക്ക്, ഈ മലയാള സിനിമയ്ക്ക് ഇച്ചിരി ഹൈപ്പ് കൊടുക്കുന്നതെന്ന്. ചേച്ചിക്ക് തൃപ്തിയാമോ എന്നുണ്ടോ? ഐ എം റിയലി എ വെരി ബിഗ് ഫാൻ ഓഫ് മോഹൻലാൽ. സോ ജനറലി ഐ ലൈക്ക് ടു വാച്ച് ഹിസ് ഫിലിംസ്. അതിൽ ലാലേട്ടൻ അവിടെ നിന്ന് മര്യാദയ്ക്ക് പറഞ്ഞു, പോലെ ജസ്റ്റ് നീ എൻ്റെ പടങ്ങളൊക്കെ ഒന്ന് കണ്ട് നോക്കേ, നീ കണ്ടിട്ട് നോക്കിയിട്ട് പറയാ, ഞാൻ മലയാളിയാണ്, മോഹൻലാലാണ്, ഞാൻ എന്തൊക്കെയാണ് അഭിനയിക്കുന്നതിന് മോളിൽ നീ കണ്ടിട്ട് പറയാ, അപ്പോൾ കുറച്ച് ചുഖം കിട്ടും മോക്ക്. Generally, I just like to watch his films. Big fan of Mohanlal and love to work in Malayalam film. പുരിയുതാ? ദാറ്റ്സ് എ പവർ ഓഫ് മലയാളം ഫിലിം ഇൻഡസ്ട്രി. ഞങ്ങളുടെ മലയാള സിനിമയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കഴിയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്മുടെ സതയത്തിനൊപ്പമോ അല്ലെങ്കിൽ എന്താ പറയുക തൂവാന തുമ്പികൾക്കൊപ്പമോ
അതുപോലുള്ള ഏതെങ്കിലും ഒരു സാധനത്തിൻ്റെ ഒരു ചെറിയൊരു സാധനമെങ്കിലും ഇവിടെ നിന്ന് കൊണ്ടുപോകാതെ സ്വന്തമായിട്ട് ഉണ്ടാക്കി കാണിക്കേണ്ടി വരും. അന്ന് നമ്മൾ അംഗീകരിക്കും. തീർന്നിട്ടില്ല, ഞാൻ വിടത്തില്ല. എനിക്ക് അങ്ങനെ കലിപ്പളയിൽ പോയെന്നേ നമ്മൾ വെറുതെ വിടാൻ പാടുണ്ടോ ടീംസേ? അല്ല പിന്നെ ഇനി ഒരു കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാമേ. ഇനി മലയാളത്തിൽ നിന്ന് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോയ സിനിമകളുടെ ലിസ്റ്റും കൂടെ ഞങ്ങൾ കുറച്ച് വായിച്ചു, വളരെ കുറച്ച് ലിസ്റ്റ്. ഈ സിനിമകൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ ഞെട്ടിപ്പോൾ ഇതെല്ലാം അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചേക്കുവാണ്. ഒന്ന്, ഹിറ്റ്ലർ, നമ്മുടെ മമ്മൂക്കയുടെ സിനിമ, അതിന് ഇവിടെ നിന്ന് അങ്ങോട്ട് അടിച്ചുകൊണ്ട് പോയി. അതിന് അവിടെ കൊടുത്തിരിക്കുന്ന പേര് ഹിറ്റ്ലർ. തെങ്കാശിപ്പട്ടണം, പച്ചപ്പവിഴ വർണ്ണക്കുട നിവരുമാ വെണിത്തിരുവിഴ ടങ് ടങ്, ആ സിനിമ കൊണ്ടുപോയി ഹനുമാൻ ജംഗ്ഷൻ എന്നാക്കി വെച്ചിട്ടുണ്ട് അവിടെ. ക്രോണിക് ബാച്ചലർ, മമ്മൂക്കയുടെ സിനിമ അല്ലേ, അത് എന്താണ്, സ്വയം വരചന്ദ്ര, അത് കുശിക എന്നാണ് സിനിമ വരും. നരസിംഹം, ധ്യാനം ധേയം നരസിംഹം, അത് അധിപതി എന്നുള്ള സിനിമയായിട്ട് അവിടെ കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ കൈയും കാലിലേക്കുള്ള രോമമൊക്കെ എണീറ്റിടെ പെട്ടെന്ന് നരസിംഹത്തിൻ്റെ ആ ഒരു പാട്ടിൻ്റെ രണ്ടുപേര് ചുമ്മാ ഒന്ന് മൂളിയപ്പോൾ രണ്ടുപേരും മൂടിയിട്ടില്ല. ഓക്കെ, അടുത്തത് വന്ദനം സിനിമ, നിർണയം നമ്മുടെ മലയാള സിനിമയാണ്. മലയാളം നിർണയം ഈസ് എ റീമേക്ക് ഓഫ് നാഗാർജുനാസ് ക്രിമിനൽ വിച്ച് ഈസ് എ റീമേക്ക് ഓഫ് ഫിഗറ്റീവ്. ഓക്കെ, ആ ഒരു സാധനം. അടുത്ത് മൂന്നാം മുറ എന്നുള്ള സിനിമ, മഗാട്. കല്യാണരാമൻ, നമ്മുടെ ദിലീപ് കഥയിലെ രാജ്, കല്യാണരാമുഡു. ഓക്കെ, അടുത്ത് ബോഡിഗാർഡ് എന്നുള്ള സിനിമ, സെയിം നെയിം, ആ നെയിം തന്നെയാണെന്ന് അർത്ഥം. ഓക്കെ, ക്ലാസ്മേറ്റ്സ്, എൻ്റെ കൽബിലെ വെണ്ണില, സെയിം നെയിം. ദൃശ്യം 2, സെയിം നെയിം. അവിടെ കൊണ്ടുപോയേക്കാണ്. ലൂസിഫർ, ഗോഡ് ഫാദർ, ചിരഞ്ജീവിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ എൻ്റെ പൊന്നു മോനെ അതൊക്കെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? കാണണം, അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ ലൂസിഫറിലെ മോഹൻലാലിൻ്റെ അഭിനയം. അടുത്തത് അയ്യപ്പനും കോശി, സച്ചി സാറിൻ്റെ സിനിമ, അത് കൊണ്ടുപോയി നമ്മൾ ഭീമല നായക്, അതും ഞാൻ കണ്ടായിരുന്നു റീമേക്കിനെടുത്ത് റോസ്റ്റ് ചെയ്ത് വിട്ടേക്കുന്നത്. അടുത്ത് ഗോഡ് ഫാദർ, അഞ്ഞൂറാൻ അച്ചമ്മ ഉള്ളത്, അത്. ഓക്കെ, കഥ പറയുമ്പോൾ, അത് കഥ നമ്മുടെ മമ്മൂക്കയും അതുപോലെ തന്നെ ശ്രീനിവാസൻ സാറും അഭിനയിച്ച സിനിമ. അതിന് കഥാനായകുടു. ഓക്കെ, നിറം, നൂവേ കാവലി, നിറം. അടുത്ത തൂവൽ സ്പർശം. ഓക്കെ, ചിന്നരി മുഡുല പാപ്പ. ഓക്കെ, മഹേഷിൻ്റെ പ്രതികാരം, ഉമാ മഹേശ്വര ഉഗ്രരൂപസ്യ. എനിക്കത് ഇഷ്ടപ്പെട്ട്. മഹേഷിൻ്റെ സിനിമ അവിടെ മഹേഷിൻ്റെ പ്രതികാരം അവിടെ പോകുമ്പോൾ ഉമാമഹേശ്വര ഉഗ്രരൂപസ്യ. ഇത് മറ്റേ സിനിമ ഉണ്ടല്ലോ, വെങ്കട രാജശേഖര സർവാകര റെഡ്ഡി, സുധാകര രാമശേഖര സർവജാകര റെഡ്ഡി, അതുപോലെ സാധനം. ഇത്രയും കുറച്ച്. ഇനി നമുക്ക് ആ ഇൻ്റർവ്യൂവിൻ്റെ പൂർണ്ണ രൂപത്തിൻ്റെ കുറച്ച് ഭാഗം കൂടെ എടുത്തടിക്കാം. എന്തായിരുന്നാലും ഇതിൻ്റെ താഴത്തെ കമൻറ്റ് ബോക്സും കൂടെ നമുക്ക് നോക്കിപ്പോകാം. വാട്ട് ആർ റിപ്ലൈസ് ബോത്ത് L and P, ലാലേട്ടനും അതുപോലെ തന്നെ പൃഥ്വിരാജും, ലവ് ദിസ് സെഷൻ. ഓക്കെ, നല്ല പാചകം. സീരിയസ്ലി ദ റിയൽ കുക്കിംഗ് ആണ് നടന്നത്. പൃഥ്വിരാജ് ഹീസ് കോൺഫിഡൻറ്റ്, ദാറ്റ് മീൻസ് ദാറ്റ് ഇറ്റ്സ് ലിറ്റ്. ഓക്കെ, ദ റിപ്പോർട്ടേഴ്സ് ഹാവ് ഡൺ സീറോ ഗ്രൗണ്ട് വർക്ക്. അതായത് നമ്മളെ സിനിമയെക്കുറിച്ച് യാതൊരു ഗ്രൗണ്ട് വർക്കും ചെയ്യാതെ വന്നിരുന്നിട്ട് മലയാള സിനിമയ്ക്കകത്തുള്ള ഇതിന് മലയാളത്തിന് എന്തിന് ഇവിടെ തെലുങ്കിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത്? ഞാൻ തുടക്കത്തിൽ കാണിച്ച സിനിമകളും പിന്നീട് പറഞ്ഞ റീമേക്കുകളുടെ കാര്യങ്ങൾ വളരെ വളരെ ചെറുതാണ്. അത് പോരാഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് സെർച്ച് ചെയ്ത് നോക്കി നോക്കൂ, തെലുങ്ക് സിനിമ നമ്മുടെ സിനിമയിൽ നിന്ന് എടുത്തിട്ടുള്ള റീമേക്കുകൾ എത്രമാത്രം. നമ്മുടെ സിനിമയിൽ നിന്ന് കൊണ്ടുപോയി അവർ റീമേക്ക് ചെയ്ത സിനിമകളുടെ എണ്ണം അത് 100 മേളിലും വരും. അത് 100 കണക്കിന് സിനിമകളുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിനിമകൾ. അതല്ലാതെ വേറെ ഇഷ്ടംപോലെ സിനിമകൾ റീമേക്ക് നടക്കുന്നുണ്ട്. സോ പറയില്ല ഹിസ് ഡിഫറെൻറ്റ്. അതൊക്കെ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യത്തിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് എന്തോ ഒരു സംഭവം ഇതെന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് റെഡ് കളർ അത് പറയില്ല. പുള്ളി പറഞ്ഞു സീരിയസ്ലി. അപ്പോൾ ഒന്നേ പറയാനുള്ളൂ, മലയാള സിനിമ ആയിക്കോട്ടെ നമ്മുടെ ഇന്ത്യൻ സിനിമ എന്നുള്ള രീതിയിലാണ് വരേണ്ടത്. അതുപോലെ തന്നെ തെലുഗു സിനിമ, ഇന്ത്യക്കകത്ത് നമ്മുടെ തെലുഗു സിനിമ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് 2 കൈ നീട്ടിക്കൊണ്ട് ഇവിടുത്തെ പ്രേക്ഷകർ സ്വീകരിക്കുന്നുണ്ട്. ഇവിടത്തുള്ള സിനിമകൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് മാത്രം ഈ ഒരു ഇൻടോളറൻസ്, ആ ടോളറൻസ് ഇല്ലാത്ത ഒരു പരിപാടി കാണുന്ന സമയത്ത് പുച്ഛമാണ് തോന്നുന്നത്. അത് അവരോട് മാത്രം, ആ നാടിനോടല്ല. ഈ ചില വ്യക്തികൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ചില മൂലക്കുരു രോഗം പോലത്തെ ഒരു പരിപാടിയാണ്. അവർക്ക് അതിനോട് ഒരു പ്രശ്നമാണ്. ആ ഒരു അസഹിഷ്ണുതയെ കാണുന്ന സമയത്ത് അതിനുള്ള വ്യക്തമായ മറുപടി അവിടെ ലാലേട്ടനും അതോടൊപ്പം തന്നെ പൃഥ്വിരാജും അണാക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അതിൽ വളരെ വളരെ സന്തോഷം. ദാറ്റ്സ് ഓൾ. സോ നിങ്ങൾ കാണാൻ റെഡിയാണ്. നിങ്ങളിപ്പം ബുക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അതുപോലെ നമ്മുടെ ലൂസിഫർ കാണാൻ, ലൂസിഫർ എന്നാണ് വരുന്നത് കാരണം L ആണല്ലോ, L2 ആണത്. എമ്പുരാൻ കാണാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്തിട്ടുള്ളവരുണ്ടോ? ഓക്കെ, എനിക്കിതുവരെ ടിക്കറ്റ് കിട്ടിയിട്ടില്ല. നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളവരുടെ താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. അതോടൊപ്പം തന്നെ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സ് ചെയ്യപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് ഗൈസ്. ബൈ. എമ്പുരാനേ.